ഹായ്, നമസ്കാരം. നിങ്ങൾ ഇലക്ട്രോലൈറ്റ് മെഷീൻ ഉപയോഗിക്കുന്നവരാണെങ്കിലും ഇനി പർച്ചേസ് ചെയ്യാൻ പോകുന്നവരാണെങ്കിലും ഒരു കാര്യം നിർബന്ധമായും നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ മാർക്കറ്റിൽ വരുന്ന എല്ലാ ഇലക്ട്രോലൈറ്റ് മെഷീൻസും മെയിൻ്റെനൻസ് ഫ്രീ എന്ന് പറഞ്ഞ് പല എക്സിക്യൂട്ടീവ്സും അല്ലെങ്കിൽ മാനേജേഴ്സും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. മെയിൻ്റെനൻസ് ഫ്രീ എന്നുള്ള രീതിയിൽ ഇലക്ട്രോഡ് മെയിൻ്റെനൻസ് ഫ്രീ. സത്യത്തിൽ ഈ ഇലക്ട്രോഡ് മെയിൻ്റെനൻസ് ഫ്രീ എന്താണെന്നുള്ളത് എനിക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങളൊരു പുതിയ ഇലക്ട്രോലൈറ്റ് മെഷീൻ പർച്ചേസ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് ഈ മെയിൻ്റെനൻസ് ഫ്രീ എന്താണെന്നും എങ്ങനെയാണെന്ന് ചെയ്യണമെന്നുള്ളത് കൃത്യമായിട്ട് ഒന്ന് സംസാരിച്ച് അല്ലെങ്കിൽ ചോദിച്ചു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ ചെയ്താൽ എന്തുകൊണ്ട് ചോദിച്ചു വെക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഭാവിയിൽ നിങ്ങൾക്ക് പോക്കറ്റ് കാലിയാവാതെ നിങ്ങൾക്ക് സർവീസ് ചെയ്ത് അല്ലെങ്കിൽ ആ മെഷീൻ ഉപയോഗിക്കാം. എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ വരുന്ന ഒട്ടുമിക്ക ഇലക്ട്രോലൈറ്റ് മെഷീൻസും ഇലക്ട്രോഡ് മോൾഡഡ് ടൈപ്പാണ്. മോൾഡഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇലക്ട്രോഡ് വരുന്നത്. ഇതിന്റെ ഇലക്ട്രോഡിന്റെ ഉള്ളിൽ വരുന്നത് ഇതിന്റെ കണ്ടക്ടിവിറ്റി ലിക്വിഡ് ആണ് വരുന്നത്. നമ്മൾ ഇതിനകത്ത് പറഞ്ഞാൽ IFSC സൊല്യൂഷൻ എന്ന് പറയും. പല കമ്പനിയും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. കണ്ടക്ടിവിറ്റി ലിക്വിഡ്. ഈ ഇലക്ട്രോഡ് നമ്മൾ ഇത് അഴിച്ച് ഇതിനകത്ത് ഇത് കുറച്ച് കഴിയുമ്പോൾ കുറെ നാളുകൾ കഴിയുമ്പോൾ ഇതിന്റെ ഇലക്ട്രോഡിന്റെ കണ്ടക്ടിവിറ്റിയും അല്ലെങ്കിൽ ഇതിന്റെ ചാർജിങ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇതെല്ലാം കുറയുമ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് അഴിച്ച് നമുക്കിത് റീഫില്ല് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഈ ഇലക്ട്രോഡ് ഉപയോഗിക്കാം. നിങ്ങൾ ഈ ബാറ്ററി ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, ബാറ്ററി വാട്ടർ എല്ലാം ഒഴിച്ചിട്ട് നമ്മൾ വീണ്ടും അത് ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന അതുപോലെയല്ല എങ്കിലും ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞതാണ്. നമ്മൾ അതുപോലെ ഉപയോഗിക്കുന്ന പോലെ ചെയ്യാം. ബാറ്ററിയിൽ അപ്പോൾ ലിക്വിഡ് ഇല്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ചാർജിങ് കാര്യങ്ങൾ നടക്കില്ല. പക്ഷെ ഇത് നമുക്ക് അതുപോലെ ആ പറഞ്ഞ പോലെ നമുക്ക് ഇതിനകത്ത് IFSC സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു സൊല്യൂഷൻ ഉണ്ട്. ഈ സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്കിത് റീഫില്ല് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാം. നമ്മുടെ ഇലക്ട്രോഡ് ഇതുപോലെയാണ്. ഇതാണ് ഇലക്ട്രോഡ്. ഇതിന്റെ ഹൗസിംഗ് ആണ് വരുന്നത് IFSC സൊല്യൂഷൻ ഒഴിക്കാനായിട്ട്. മാർക്കറ്റിലെ നിലവിലുള്ള മിക്ക ഇലക്ട്രോലൈറ്റ് മെഷീൻസിനും ഇതുപോലെയുള്ള ഒരു ഫീച്ചേഴ്സ് അല്ല നിലവിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ മെഷീൻ അല്ലെങ്കിൽ ഈ ഇലക്ട്രോഡ് മോൾഡഡ് ടൈപ്പ് ആയിരിക്കും ഇലക്ട്രോഡ് വരുന്നത്. മോൾഡഡ് ടൈപ്പ് ഇലക്ട്രോഡ് വരുമ്പോൾ ഇതുപോലെയുള്ള ലിക്വിഡ് ഇവാപറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ലിക്വിഡ് പോകാനുള്ള സാധ്യതകളുണ്ട്. അത് പോയി കഴിഞ്ഞ് റീഫില്ല് ചെയ്യാനോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഇത് പറ്റില്ല. ഒന്നില്ലെങ്കിൽ ഇലക്ട്രോഡ് ചേഞ്ച് ചെയ്യുക എന്നുള്ള ഒരു ഫൈനൽ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രോഡ് ചേഞ്ച് ചെയ്യണ കോസ്റ്റ് ഹ്യൂജ് ആയിട്ടുള്ള കോസ്റ്റ് നിങ്ങൾക്ക് വരും. അത് നിങ്ങൾ ബെയർ ചെയ്യേണ്ടി വരും. പക്ഷെ ഇതാണെങ്കിൽ നിങ്ങൾക്ക് എന്താ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് IFSC സൊല്യൂഷൻ ഒഴിച്ച് റീഫില്ല് ചെയ്ത് ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ഇലക്ട്രോലൈറ്റ് മെഷീൻ പർച്ചേസ് ചെയ്യുമ്പോൾ നിർബന്ധമായും ഇലക്ട്രോലൈറ്റ് മെഷീൻ്റെ ഏറ്റവും വലിയ ഹാർട്ട് അല്ലെങ്കിൽ ഏറ്റവും മെയിൻ പാർട്സ് ആണ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോഡ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നും അത് എത്രത്തോളം നിൽക്കുമെന്നും അതെങ്ങനെ നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൃത്യമായിട്ട് ചോദിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു വൺ ടൈം പർച്ചേസ് ആണ് എക്യുപ്മെന്റ്. അത് കഴിഞ്ഞ് വരുന്ന പർച്ചേസുകളോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഫ്യൂച്ചറിൽ വരുന്ന സർവീസുകളോ നിങ്ങൾ ബെയർ ചെയ്യേണ്ടി വരുമ്പോൾ ഇതിന്റെ കോസ്റ്റ് വളരെ കൂടുതലായതുകൊണ്ട് നിങ്ങൾ അത് ചെക്ക് ചെയ്ത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് വെച്ചില്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വലിയൊരു കോസ്റ്റ് ലോസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം എപ്പോഴും മെഷീൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഇലക്ട്രോഡ് മെയിൻറ്റെയിൻസ് ചെയ്യാൻ പറ്റുന്ന, അതായത് റീഫില്ല് ചെയ്തും അല്ലെങ്കിൽ ഇതുപോലെ ലിക്വിഡ് തീർന്നിട്ടുണ്ടെങ്കിൽ ഒഴിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഇലക്ട്രോഡുകൾ ഉപയോഗിക്കാം. ഇതിൽ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇപ്പോൾ മിക്ക മെഷീൻസിലും സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ റിപ്പീറ്റബിലിറ്റി കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ലിക്വിഡ് ഇപ്പോൾ നമ്മൾ ഒരു വർഷം അല്ലെങ്കിൽ 6 മാസം ഉപയോഗിച്ചാലും ഈ 6 മാസം ഈ ലിക്വിഡ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വർഷം ഉപയോഗിച്ചാൽ ഈ ലിക്വിഡിന്റെ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ ലിക്വിഡ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ഏതെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വീണ്ടും റീഫിൽ സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇത് പുതിയ ഇലക്ട്രോഡ് പോലെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ മറ്റ് മെഷീൻസിൻ്റെ ഉള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസഡ്വാൻറ്റേജ് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. മോൾഡഡ് ടൈപ്പ് ആയതുകൊണ്ട് ഈ ഇലക്ട്രോഡ് മാറ്റി പുതിയ ഇലക്ട്രോഡ് വെക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന്റെ ചാർജും അല്ലെങ്കിൽ അതിന്റെ എക്സ്പെൻസ് നിങ്ങൾ ബെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇലക്ട്രോണിക് മെഷീൻ മേടിക്കുമ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് സർവീസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഇലക്ട്രോഡ് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് മാത്രം ഇലക്ട്രോലൈറ്റ് മെഷീൻ മേടിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അത് വലിയൊരു കോസ്റ്റ് ലോസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.